നമസ്കാരം. ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും എന്നുള്ള ഭയമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? ആരാണ് നിങ്ങൾക്ക് ഇനി പ്രതീക്ഷ? കേന്ദ്ര സർക്കാർ ഇതിന്റെ ബില്ല് പാസ്സാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാത്രമേ ഞങ്ങൾക്ക് അത് മാത്രമുള്ള പ്രതീക്ഷ. UDF-നോട് LDF-ന്റെ നേതാക്കന്മാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ജീവിതം മുഴുവൻ അവർക്ക് സമർപ്പിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ ആരുമില്ലല്ലേ. 22 വർഷമായി ഞാൻ സ്ഥലം മേടിച്ചിട്ട് അപ്പില്ലാത്ത വക്കപ്പ് ഇപ്പൊ എങ്ങനെ വന്നേ? ഞാൻ മേടിച്ചു നോക്കിയ മണ്ണേ ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊരാള് കഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്, അറിയാമോ? അല്ലാണ്ട് ഒരാളൊന്നും എടുത്തന്നല്ല. ഞാനൊരാള് 22 വർഷം 2002 മേടിച്ചത് ഞാൻ ഈ മണ്ണ്. ആ കാതിന് മുമ്പ് ഇയാൾക്ക് എവിടെ ആയിരുന്നേ? വക്കപ്പിന്റെ എന്ന് പറഞ്ഞ് വരാഞ്ഞെന്തേ അന്നൊക്കെ? ഇതൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു കൂരയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഞാൻ എന്റെ മോനും കൂടി കഷ്ടപ്പെട്ടിട്ട് ഒരു കൂരയൊക്കെ വെച്ച് എന്നിട്ട് ഇപ്പൊ ഞങ്ങളോട് ഇറങ്ങി പോകാനാ? എവിടെ നടക്കണ മോണിത്? ഇവരെ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു യോഗം സംവിധാനങ്ങളൊക്കെ ഉണ്ടായില്ല, നിങ്ങളെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്? അതെ, പറ്റിച്ചെന്ന് തന്നെയാണ്. യോഗം അവരൊക്കെ വിചാരിച്ച 10 മിനിറ്റ് അല്ല വേണ്ട ഈ സംഭവം പ്രതികരിക്കാനായിട്ട്. ഇന്ന് പ്രതികരിക്കണില്ലല്ല. അവരൊക്കെ ഓരോരുത്തർക്കും കയറി ഇരുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാലേ ഉള്ളു. അല്ലാണ്ട് വല്ല കാര്യങ്ങൾക്ക് നടപ്പിലാക്കണ്ട. ഇപ്പൊ 22 ഞങ്ങളോട് നിർത്തി വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞ് കരടച്ചോന്നു. അതെന്തെന്നാ? സർക്കാരിന് കാശ് കിട്ടാനാ. സർക്കാരിന് കാശ് കിട്ടാൻ ഞങ്ങളോട് ഇപ്പൊ അടച്ചോളാൻ അടവ് നിർത്തി വെച്ച് പിന്നെ ഇപ്പൊ അടച്ചോളാൻ നിയമം വന്നേക്കണു. എന്തൊക്കെ നിയമമാണ് വരുത്തണം? ഞങ്ങൾക്ക് നാളിത് പ്രതിഷേധമായിട്ട് ഇനി മുന്നോട്ട് പോകേണ്ടി വരും. വർഷങ്ങളോളം കുറെ നാളുകൾ ഇനി പോകേണ്ടി വരും. എത്ര കാലം വേണമെങ്കിൽ ഞങ്ങൾ മരിച്ചു പിരിയണതാണ് ഇതിന്റെ അവസാനം. അതായത് കേരളം ഭരിക്കുന്ന ആൾക്കാർ ഭഗവന് വേണ്ടിയാണ് ഭരിക്കണത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കണത്? നമുക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം എന്ന് പറയണ്ടല്ലോ. ഈ ഭരിക്കാൻ പോണ ആൾക്കാരെ നമ്മുടെ പ്രതിനിധികള് അവരെന്താണ്? ഭഗവിന്റെ മന്ത്രിമാരാണ്, ഭഗവിന്റെ ആൾക്കാരാണ് അവര്. ഭഗവിനെ സംരക്ഷിക്കാനാണ് അവര് പോണത്. അല്ലാതെ ജനങ്ങളെ അവർക്ക് വേണ്ട, ഭഗവ് മാത്രം മതി അല്ലേ? ഇതാണ് ഞങ്ങളുടെ വിചാരം. അതായത് ഞങ്ങൾക്ക് ഈറോർത്ത് പ്രതിഷേധമായിട്ട് വരണ്ട എന്ന് 2 വർഷങ്ങൾക്ക് മുന്നേ VD സതീശൻ MLA നിങ്ങളോട് പറഞ്ഞിരുന്നു. പ്രതിഷേധങ്ങൾക്ക് വരണ്ടെന്ന് പറഞ്ഞത് MLA ആണ് പറഞ്ഞത്. സമരം ചെയ്യാണ്ട് മതി ചേച്ചി. പിന്നെ അയാള് ഇത് നിർത്തി തരാന്ന് പറഞ്ഞാൽ ഇത് സമരം നടത്തിയാലോ മുഴുവൻ അറിയൂലേ? ഇത് ഒതുക്കത്തിൽ വെച്ചിരുന്നാണ് ഞങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് ഇത് ഒതുക്കത്തിൽ എടുക്കാന്നായിരുന്നു അവരുടെ വിചാരം. പക്ഷെ കാര്യം പിടിവിട്ടുപോയി. ഇപ്പൊ അത്രേ പറയാനുള്ളൂ. നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി പോലും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു MLA പോലും നിങ്ങളെ സമീപിക്കാനോ കാണാനോ നിലവിൽ വരുന്നില്ല. അവര് വിളിക്കുന്ന സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. തല്ലുപിടിക്കാനുള്ള നേരമുള്ളൂ. അങ്ങാടും ഇങ്ങോട്ടും പഴിയാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളാണല്ല ഫുട്ബോൾ കളിക്കൂലേ, അതേപോലെ അങ്ങാടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കണവര്. മുഖ്യമന്ത്രി ആണെങ്കിൽ അവിടെ ഗാലറിയിൽ നിന്ന് കളിയും കാണാണ്. അയാൾക്ക് നല്ല സുഖമാണ് കളി കാണാനായിട്ട്. അതായത് അങ്ങാടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാ. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അങ്ങാടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഞങ്ങളാ. ഞങ്ങൾക്ക് എപ്പോഴാണ് നീതി കിട്ടണത്? ഞങ്ങൾ ഇത് റവന്യൂ അധികാരം മേടിച്ചല്ലേ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഞങ്ങൾക്ക് ഈ തീരാധാരം തന്നത്. അതായത് 10 ലക്ഷം രൂപ സാലറി കൊടുക്കണമെങ്കിൽ 1,20,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇടണം. ഈ കടലാസ് കീറാൻ പാടില്ല, സ്റ്റാമ്പ് പേപ്പർ കീറാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല, ജയിലിൽ കിടക്കണം. ഇപ്പൊ കത്തിച്ചതിന് തുല്യമല്ലേ? ഞങ്ങളുടെ പേപ്പറൊക്കെ കത്തിച്ചതിന് തുല്യല്ലേ? ഞങ്ങളുടെ തീരാധാരമൊക്കെ കത്തിച്ചതിന് തുല്യമുള്ള ഇവരെ പിടിച്ച് ശിക്ഷിക്കണം. ഇപ്പൊ ഇവരെന്തിന്റെ അടിസ്ഥാനം? ഞങ്ങൾ പോക്കർ ചെയ്തിട്ടാണ് ഭൂമിയാണ്, കണ്ടപ്പേര് പിടിച്ചാണ് ഭൂമിയാണ്. ഇവര് പിന്നെ ഒരു കമ്മീഷനെ കൊണ്ടുവന്ന് എന്താണ് ചെയ്യാൻ വേണ്ടൂടാ? എന്ത് ഗവൺമെന്റ് ഇത്? അപ്പൊ ഈ കമ്മീഷന്റെ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കാൻ പോകുന്നത്? കമ്മീഷൻ ആൾക്കാർ ആരും തന്നെ ഞങ്ങൾ സ്വീകരിക്കാനുള്ള, ഞങ്ങൾക്കത് വിശ്വാസമല്ല. ഇവര് പറയണമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. കാരണം വെച്ചാൽ കുറെ നാളെ ഞങ്ങളെ MLA പറ്റിച്ച്. ഇതല്ല നിസാർ കമ്മീഷൻ വന്നപ്പോ ഞങ്ങൾ അറിയിച്ചില്ല. ഇനി ഏത് കമ്മീഷനാണ് ഞങ്ങൾക്ക് വരാൻ പോണത്? നിസാർ കമ്മീഷനെ സർക്കാർ വെച്ചതും അന്വേഷണം പൂർത്തീകരിച്ചതൊന്നും ഞങ്ങൾ ഈ ഭൂമിയിലുള്ള ഈ ജനങ്ങളൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ വെച്ചേക്കുന്ന കമ്മീഷൻ ഈ സമരത്തിന്റെ പേരിലാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളതിന്റെ പേരിൽ. ഈ ഫറൂഖ് കോളേജിൽ തന്നേക്കണ ഭൂമി ഞങ്ങൾക്ക് 25 വർഷം കൈവശം ഉണ്ടെന്നുള്ള ഇത് തന്നെ എഴുതി തന്നേക്കണേ ഞങ്ങൾക്ക്. അതിനു മുന്നേ ഞങ്ങളുടെ കാരണന്മാരുണ്ട് ഇവിടെ താമസക്കാര്. 25 വർഷം രേഖാപ്രകാരം അവർ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പൊ വേറൊരാൾ വന്നു വക്കഫാണെന്ന് പറഞ്ഞാൽ ഇത് ആരാ സമ്മതിക്കണത്? ഇത് ഒരു പറമ്പിന് 2 തന്തേ? ഇത് ഏത് രാജ്യത്തുണ്ട് ഇങ്ങനെ ഒരു നിയമം? ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കൂല. ഞങ്ങളുടെ കാരണന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ മുതൽ മേടിച്ചേക്കണത്. ആ മുതൽ തിരിച്ചെടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വന്നവന്മാർ ഞങ്ങൾ കെട്ടിത്താത്തൂടാ കടലിൽ. അല്ലാതെ വേറെ ഒരു തീരുമാനം ഉണ്ടാവൂല. ഏത് നിയമം വന്നാലും ശരിയാണ്. ഞങ്ങൾ ഈ വന്ന ആളനുസരിച്ച് അതേപോലെ തന്നെ കെട്ടിത്താത്തും ഞങ്ങള്. വഖഫ് ആളുകൾ ഈ മുൻപത്തേക്ക് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഒരിക്കലും വന്നിട്ടില്ല. അവർക്ക് പേടിയാണ്.
അവര് വന്നു പോകണ്ടാവും ഞങ്ങൾ അറിയാതെ. ഞങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല. അറിഞ്ഞു വന്നാൽ കാലുകുത്ത് ഞങ്ങൾ സമ്മതിക്കില്ല. അത്രയും ധൈര്യമുണ്ട് ഞങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാരണന്മാർ അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. സമരം അവസാനിപ്പിക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ സമരം അവസാനിക്കൂല. അതായത് ഉണ്ടല്ല ഇതൊക്കെ അത് തേടിക്കഴിഞ്ഞ് സമരം അവസാനിക്കുള്ളൂ. അതായത് 10 ദിവസം കൂടെ ഞങ്ങൾ സമരം മുന്നോട്ട് പോകും. അതായത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, ഞങ്ങളുടെ പൂർണ്ണമായിട്ടും റവന്യൂ അവകാശങ്ങൾ, അതായത് വഹബിന്റെ ഇതിന്ന് ഇതെടുത്ത് മാറ്റണം. ഇയാള് മാറ്റാൻ സാധ്യതയില്ല. അതായത് ഇയാൾ പന്തെട്ടി കളിക്കണം, മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പന്തെട്ടി കളിക്കണം, ഗാലറിയിൽ നിന്ന് കളിയാണ് പുള്ളി. ഇത് അമൈൻമെന്റ് പാസ്, അതായത് കേന്ദ്രത്തില് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന അമൈൻമെന്റ് ഇല്ലേ, സെക്ഷൻ 40, 83, 107, 108 ഈ അമൈൻമെന്റ് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഈ കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവനും ഇവിടെ ജീവിക്കാം, സ്വസ്ഥമായിട്ട് ജീവിക്കാം. നമുക്ക് എന്തിനാണ് ഈ ഇത് കിട്ടിയേക്കണത്? സ്വാതന്ത്ര്യം കിട്ടിയേക്കണത് എന്തിനാണ്? വഹബിന് മാത്രമുള്ള സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞാണ് ഇവര് അധികാരത്തിലേറുന്നത്. വഹബിന് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞാണ് ഇവര് അധികാരത്തിലേറിയേക്കണത്. അതാണ് ഞങ്ങൾക്കൂടെ ചോദിക്കാനുള്ളത്. ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങൾ മൃഗങ്ങളൊന്നും അല്ല. ഇപ്പൊ എന്താ കടലിൽ ചാടിയില്ലേങ്ങ, ഞങ്ങൾ അങ്ങനെ ചാടും, അത്രേ ഉള്ളു. ഞങ്ങൾക്ക് ചാടാനായിട്ടൊരു മടിയില്ല. ഞങ്ങൾ ഇന്ത്യയുടെ പട്ടാളക്കാരാണെന്ന് പറയാ. കടലിൽ പോണവനാണ് ഞാനും. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ 90% കടലിൽ പോണ ആൾക്കാരാണ്. അവർ ഇന്ത്യൻ പട്ടാളക്കാരാണ്. ഇപ്പൊ വയർലെസ് എല്ലാ സംവിധാനവും ഉണ്ട്. ആരെങ്കിലും ഇവിടെ നുഴഞ്ഞേറ്റക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ വയർലെസ്സിൽ വിളിച്ചറിയിക്കും വേണ്ടപ്പെട്ട അധികാരികളാ. കോസ്റ്റ് ഗാർഡിനായാലും കോസ്റ്റൽ പോലീസിനായാലും ഞങ്ങൾ വിവരം അറിയിക്കും അപ്പൊ തന്നെ അവരെ പാഞ്ഞത്തോടാ. അതാണ് ഞങ്ങൾ പട്ടാളക്കാരാണെന്ന് പറഞ്ഞാ. വെള്ളപ്പൊക്കത്തിന് കണ്ടല്ലേ പട്ടാളക്കാരുടെ വിവരം അപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. 2012 വെള്ളപ്പൊക്കത്തിന് അറിഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ പട്ടാളക്കാർ ഈ മത്സ്യത്തൊഴിലാളിയാണെന്ന്. ഞങ്ങളൊന്ന് ഇറക്കി പോകാൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂളില്ല, ഒരു ആസ്പത്രി ഇല്ല, ഒരു മെഡിക്കൽ ഷോപ്പില്ല. ഇപ്പൊ റേഷൻ കടയിൽ പോകണമെങ്കിലുണ്ടല്ല 250 രൂപ വണ്ടി കാശ് കൊടുക്കണം. 30 രൂപ റേഷൻ മേടിക്കാൻ 250 രൂപ വണ്ടി കാശ് കൊടുക്കണം. എന്നാലേ ഞങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങളുടെ താമസിക്കണം ഞങ്ങൾക്ക് കടലിൽ പോയി ജീവിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ കടലമ്മ. വരാൻ പോണ്ടല്ല വികസനം. ഞങ്ങൾക്ക് ഈ സ്ഥലം തീർച്ചയായിട്ടും തന്നില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പിരിയണതാണ് ഇതിന്റെ അടയാളം. ചേട്ടാ, ഇപ്പോ ഈ വഖഫ് ബോർഡിന്റെ ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംവിധാനമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണം? ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് ഇവിടെ വന്ന് താമസിച്ചതാണ്. 3 തലമുറക്ക് മുമ്പുള്ളവർ ഇവിടെ വന്ന് താമസിച്ചാണ്. അവരിറക്കി വിടാനായിട്ട് വിദ്യാഭ്യാസവും അറിവും വിവരവും ഇല്ലാത്ത ഞങ്ങളുടെ അപ്പൂപ്പന്മാരെയും കാരണന്മാരെയും ഇറക്കി വിടാനായിട്ട് ഇവിടുത്തെ ഈ ഫറൂഖ് കോളേജിന് കഴിഞ്ഞില്ല. അതിലും വലുതായിട്ട് ഇനി ഒരു വഖഫ് ബോർഡും ഒരു ഫറൂഖ് കോളേജും ഒരു സർക്കാരും ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്കാകെ ആശ്രയമുള്ളത് ഈ അറബിക്കടലാണ്. ഞങ്ങളുടെ അവസാനം ഈ അറബിക്കടലിൽ തന്നെ. ഞങ്ങളുടെ കാരണന്മാരായിട്ടുള്ള ഞങ്ങൾ ഒരുപാട് സഹോദരങ്ങളും കാരണന്മാരും ഒക്കെ ഈ അറബിക്കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഒരുപാട് ഫിഷിംഗ് ബോട്ട് മുങ്ങിയിട്ട് ഈ മണൽത്തിട്ടിൽ തട്ടി. അന്നൊന്നും ഒരാളും ഞങ്ങൾ രക്ഷിക്കാനുണ്ടായിട്ടില്ല. ഇന്നും ഞങ്ങൾ രക്ഷിക്കാൻ ആരുമില്ല. ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ കൂടിയ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന് വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും രക്ഷിക്കുക. അല്ലാണ്ട് വേറൊരു അഡ്ജസ്റ്റ്മെന്റിനും ഞങ്ങൾ തയ്യാറല്ല. വഖഫ് ബോർഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഈ വരുന്ന അടുത്ത മാസം നടക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ആ ബില്ല് പാസ്സാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തിന് മുഴുവനും. അപ്പോ പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ UDF-ഉം LDF-ഉം ഒന്നിച്ചു നിന്നുകൊണ്ട് നിയമസഭയിൽ വഖഫ് ബോർഡിന് അനുകൂലമായിട്ടൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തയ്യാറാകാത്തതിന്റെ കാരണം എന്താണ്? അവർ രണ്ടുപേരും തയ്യാറാകാത്തത് മുസ്ലിം വോട്ട് ബാങ്ക് നോക്കിയിട്ട് തന്നെയാണ് അവർ രണ്ടു കൂട്ടരും തയ്യാറാകാത്തത്. LDF-ഉം തയ്യാറാവില്ല, UDF-ഉം തയ്യാറാവില്ല. ഒരു പാർട്ടിക്കാരും തയ്യാറാവില്ല മുസ്ലിം എന്ന വോട്ട് ബാങ്കിനെ തള്ളിക്കളയാൻ. അവർക്ക് രണ്ടുപേർക്കും അവർ ആവശ്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ സമാധാനത്തോടുകൂടിയുള്ള ജീവിതമാണ്. ഞങ്ങൾക്ക് 2 പാർട്ടിനെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളുടെ ജീവിതമാണ് അവിടെ നഷ്ടപ്പെട്ടാണ്. രണ്ട് ചില്ലാനും കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും നടക്കണില്ല. ഞങ്ങളിപ്പോൾ ഏതാണ്ട് അഭയാർത്ഥികളെ പോലെയാണ്. ഈ ഇന്ത്യയിലേക്ക് ഞങ്ങൾ കടന്നു കയറിയ അഭയാർത്ഥികളെ പോലെയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുവിധ സ്വാതന്ത്ര്യമില്ല. 2047 മുമ്പ് ജീവിച്ചിരുന്ന പോലെയാണ് ഞങ്ങളിപ്പോൾ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുമ്പിൽ ഞങ്ങൾ അടിയറ വെച്ചിരുന്ന പോലെയാണ് ഇപ്പൊ. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ ഇവിടെ ഉന്നത പഠനത്തിനായിട്ട് ലോൺ എടുക്കണമെങ്കിൽ ബാങ്കിൽ പോലും അപേക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇത് സർക്കാരിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലോൺ മാത്രമല്ല, ഒരു റവന്യൂ വകുപ്പിൽ നിന്നും വിദ്യാഭ്യാസപരമായിട്ട് കിട്ടേണ്ട പേപ്പറുകൾ വരെ കിട്ടുന്നില്ല. ഒരു SSLC കഴിഞ്ഞാൽ പിള്ളേർക്ക് കിട്ടേണ്ട റവന്യൂ വകുപ്പിൽ നിന്നും മറ്റൊക്കെ കിട്ടേണ്ട പേപ്പറും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു രേഖകളും കിട്ടുന്നില്ല. ഇവിടെ ഒരു ഹയർ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ വേണ്ടിയിട്ട് 2-3 വിദ്യാർത്ഥികളുടെ പഠനം വരെ മുടങ്ങി. ഈ 2022 തുടങ്ങി ഇങ്ങാട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതിനൊക്കെ ഈ പിടിപ്പുകേട് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തന്നുകൊണ്ട് വഖഫ് ബോർഡിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു.